ജൈവ വൈവിധ്യങ്ങൾ കൊണ്ടും ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു മനോഹര ദ്വീപ സമൂഹമാണ് റിപ്പബ്ലിക് ഓഫ് ഫിലിപ്പീൻസ് എന്ന കൊച്ചു ഏഷ്യൻ രാജ്യം. അതേസമയം തന്നെ മനുഷ്യക്കടത്തിന്റെയും ലൈംഗിക ചൂഷണത്തിന്റെയും ഒരു കറുത്ത വശം കൂടെ ഫിലിപ്പീൻസിനുണ്ട്. ഇതേ ഫിലിപ്പീൻസിന്റെ 5 കൗതുകകരമായ പ്രത്യേകതകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോകൾ മിസ്സാവാതെ ലഭിക്കുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനബിൾ ചെയ്യുക. ഫിലിപ്പീൻസിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഭൂഗോളത്തിലെ അതിന്റെ സ്ഥാനം തന്നെയാണ്. ഏഷ്യയുടെ തെക്ക് ഭാഗത്ത് പടിഞ്ഞാറൻ പസഫിക്കിലാണ് 7000-ഓളം ചെറു ദ്വീപുകളുടെ കൂട്ടമായി ഫിലിപ്പീൻസ് സ്ഥിതി ചെയ്യുന്നത്. മലായ് ദ്വീപ സമൂഹം കഴിഞ്ഞാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ ദ്വീപ സമൂഹവും ഫിലിപ്പീൻസ് തന്നെയാണ്. വലുപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിൽ 73-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഫിലിപ്പീൻസ് എന്ന കൊച്ചു രാജ്യം. ഫിലിപ്പീൻസിന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് രണ്ടാമതായി നമ്മൾ പറയാൻ പോകുന്നത്. ഫിലിപ്പീൻസിൽ ഒരു സ്പാനിഷ് അമേരിക്കൻ സങ്കര സംസ്കാരമാണ് നിലനിൽക്കുന്നത്. അതായത് സ്പെയിനിലും അമേരിക്കയിലും കാണുന്ന രീതിയിലുള്ള ജീവിത രീതികളാണ് ഫിലിപ്പീൻസ് ജനത അവലംബിക്കുന്നത്. ഏകദേശം 80% കാത്തോലിക് മതവിശ്വാസികളാണ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നത് എങ്കിലും ഒരു സെക്കുലർ രാജ്യം തന്നെയാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. ക്രൈസ്തവ, ചൈനീസ്, ഇസ്ലാമിക വിശ്വാസപരമായ വിശേഷ ദിവസങ്ങളിലെല്ലാം ഫിലിപ്പീൻസിൽ പൊതു അവധി പോലും നൽകാറുണ്ട്. ഏകദേശം 10 കോടി ജനങ്ങളാണ് ഇപ്പോൾ ഈ രാജ്യത്ത് വസിക്കുന്നത്. പ്രകൃതി മനോഹാരിതയും വൈവിധ്യമായ ജൈവ സമ്പത്തുമാണ് ഫിലിപ്പീൻസിന്റെ മൂന്നാമത്തെ പ്രത്യേകത. ഒരു ദ്വീപ സമൂഹമായതിനാൽ തന്നെ അതിമനോഹരമായ ബീച്ചുകൾ ഫിലിപ്പീൻസിൽ നമുക്ക് കാണാൻ സാധിക്കും. ബീച്ചുകൾക്കുപരിയായി നെൽകൃഷിയും ജൈവ സമ്പത്തുകളുടെ ഒരു വിസ്മയകരമായ കലവറയുള്ള കാടുകളെല്ലാം ഫിലിപ്പീൻസിന്റെ പ്രത്യേകത തന്നെയാണ്. ലോകത്ത് മറ്റൊരിടത്തും കണ്ടെത്താൻ സാധിക്കാത്ത തരത്തിലുള്ള പുഷ്പിക്കുന്ന ചെടികളും 700 തരം വ്യത്യസ്തമായ പക്ഷികളും 100 തരം വ്യത്യസ്തമായ സസ്തനികളും ഫിലിപ്പീൻസിന്റെ മാത്രം പ്രത്യേകതയിൽ ഉൾപ്പെട്ടവയാണ്. ജൈവ വൈവിധ്യപരമായ അതിഗംഭീരമായ കാടിന്റെ സവിശേഷമായ പ്രത്യേകതകൾ ഈ രാജ്യത്തിനുണ്ട് എങ്കിലും വലിയ ഇരപിടിയന്മാരായ സിംഹവും കടുവയും ഒന്നും ഫിലിപ്പീൻസിൽ കാണപ്പെടുന്നില്ല. മങ്കി ഈറ്റിംഗ് ഈഗിളുകളും വന്യമായ പാമ്പുകളും ചില മനുഷ്യമൃഗങ്ങളും മാത്രമാണ് ഫിലിപ്പീൻസിലെ പ്രധാന ഭീഷണികൾ. ആ മനുഷ്യമൃഗങ്ങളെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം. ഫിലിപ്പീൻസിന്റെ സമ്പത്തിനെ കുറിച്ച് നാലാമതായി നമുക്കൊന്ന് നോക്കാം. വലുപ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തെ 73-ാം സ്ഥാനത്തുള്ള ഫിലിപ്പീൻസ് എന്ന കൊച്ചു രാജ്യം സാമ്പത്തികപരമായി അത്ര മോശം രാജ്യമൊന്നുമല്ല. വലുപ്പമേറിയ മാളുകളും രൂപയേക്കാൾ മൂല്യമേറിയ ഫിലിപ്പീൻ പെസോ എന്ന കറൻസിയുമാണ് ഫിലിപ്പീൻസിന്റെ പ്രത്യേകത. 2019 ഡോളറിനെ അപേക്ഷിച്ച് നോക്കിയാൽ ഏകദേശം 50 പെസോയാണ് ഒരു അമേരിക്കൻ ഡോളർ എന്ന് പറയുന്നത്. അതായത് ഒരു പെസോ ഏകദേശം 1.5 ഇന്ത്യൻ രൂപയ്ക്ക് സമാനമാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന സ്വർണ്ണ, ചെമ്പ് ഖനികളും ടൂറിസവും തന്നെയാണ് ഫിലിപ്പീൻസിന്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫിലിപ്പീൻസ് എന്ന രാജ്യത്തെക്കുറിച്ചുള്ള 5-ാമത്തെ കാര്യം വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. അത് ഈ രാജ്യത്തിന്റെ ഒരു ഇരുണ്ട വശം കൂടിയാണ്. ചില മനുഷ്യമൃഗങ്ങളാണ് അതിന് കാരണമാവുന്നത്. മനുഷ്യക്കടത്തും ലൈംഗിക വ്യാപാരവും അതിരൂക്ഷമായി നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഫിലിപ്പീൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കുട്ടികൾ പോലും ലൈംഗിക വ്യാപാരത്തിനും മനുഷ്യക്കടത്തിനും ഉപയോഗിക്കപ്പെടുന്ന അതിരൂക്ഷമായ ഒരു പ്രതിസന്ധിയാണ് ഈ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നത്. ഏകദേശം 8 ലക്ഷത്തോളം ജനങ്ങൾ ലൈംഗിക തൊഴിലാളികളായി ഫിലിപ്പീൻസിൽ നിലനിൽക്കുന്നു എന്നതാണ് 2010 ഫിലിപ്പീൻ ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിൽ 3.75 ലക്ഷം ജനങ്ങളും 15 മുതൽ 20 വയസ്സുവരെയുള്ള സ്ത്രീകളുമാണ്. മനുഷ്യക്കടത്തിനും ലൈംഗിക വ്യാപാരത്തിനും നിയമസാധുത ഫിലിപ്പീൻസിൽ ഇല്ല എങ്കിലും നടപടികളെല്ലാം വളരെ കുറവാണ് എന്നതാണ് ഫിലിപ്പീൻസിന്റെ പ്രതിസന്ധിക്ക് പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്ന് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. എങ്കിലും എന്തുകൊണ്ടാണ് കുടുംബപരമായി പോലും ജനങ്ങൾ ലൈംഗിക തൊഴിലാളികളായി മാറുന്നു എന്നതിന് സർക്കാരിന് പോലും കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എങ്കിലും അവർ പറഞ്ഞു വെക്കുന്ന ഒരു ഉത്തരം 23% ജനങ്ങൾ പട്ടിണിയിലായതാണ് ഈ പ്രതിസന്ധിയുടെ കാരണം എന്നത് മാത്രമാണ്. ഫിലിപ്പീൻസ് എന്ന കൊച്ചു ഏഷ്യൻ ദ്വീപ സമൂഹമായ രാജ്യത്തെക്കുറിച്ചുള്ള 5 പ്രത്യേകതകളെ പരിചയപ്പെടുത്തിയ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.